ഇത് എൻ്റെ വീടിൻ്റെയും, അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെയും അതുപോലെ തന്നെ ആ വീടിരിക്കുന്ന ചുറ്റുപാടും ഉള്ള സ്ഥലത്തിൻ്റെയും ആകാശ ദൃശ്യമാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പണിക്കാർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എത്രത്തോളം കഴിഞ്ഞ ദിവസം വരെ പണിയായി എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ മഴയൊക്കെ ആയിരുന്നു, പിന്നെ വേറെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം നാളെ എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അത് കാരണം ഇനി കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലേ. അപ്പം നമ്മൾ കരാറ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ അവർ പണിതോളും. മെറ്റീരിയൽ നമ്മൾ എത്തിച്ചു കൊടുത്താൽ മതി. അതിനുള്ള ഏർപ്പാടെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തായാലും ഇതിൻ്റെ മുകളിലുള്ളൊരു കാഴ്ച എന്തായാലും ഒന്ന് കാണാം എന്ന് വെച്ച് നേരെ ശകലം മുകളിൽ നിന്നുള്ളൊരു വ്യൂ പകർത്തിയതാണ്. അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയാണ്. അപ്പോൾ ആ വഴി കൂടെ നമ്മൾ താഴേക്ക് പോവുകയാണ്. അപ്പം അവിടെ നിന്ന് തിരിച്ചും വരുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു ടാർ റോഡുണ്ട്. ആ റോഡ് വഴിയാണ് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത ചെറിയൊരു അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ആ അങ്ങാടിയിലേക്കുള്ള വഴിയാണ് നിങ്ങൾ താഴെ കാണുന്നത്. ഇതാണ് നാരങ്ങാത്തോട് എന്ന് പറയും, കോഴിക്കോട് ജില്ലയിലെ നാരങ്ങാത്തോട്. ആ നാരങ്ങാത്തോട് ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇവിടെ 1-2 വണ്ടി ബസ്സുകളൊക്കെ വന്ന് നിർത്തിയിരുന്നതാണ്. കാരണം ട്രിപ്പ് അവസാനിപ്പിച്ച് ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ട്. 2-3 ഇടയ്ക്ക് വന്ന് പോയി വരുന്ന ബസ്സുകളുമുണ്ട്, അല്ലാതെ അവിടെ നിർത്തിയിടുന്ന ബസ്സുമുണ്ട്. KSRTC ബസ്സുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെയാണ് ബസ്സുകളൊക്കെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അത് ഈ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഒരു ചെറിയ റാ പോലെ വളഞ്ഞിട്ടാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമുക്ക് നേരെ ആണെങ്കിൽ അങ്ങാടിയിൽ നിന്ന് നേരെ കയറി പോകാനാണെങ്കിൽ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നേരെ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ വെച്ചും കാണും. 500 മീറ്റർ പറഞ്ഞാൽ ഒരു 200 മീറ്റർ കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. നേരെ അങ്ങ് പോകണം. പക്ഷെ നേരെ പോകാൻ പറ്റിയില്ല, കാരണം ചെറിയ മലയും കാടും ഒക്കെയാണ് കാണുന്നത്. എന്നാലേ നമ്മളവിടെ എത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ആ ക്രോസ് വരുമ്പോഴുള്ള ഭാഗം. ഇവിടെയാണ് ഇപ്പം നമ്മൾ വീട് നേരെ താഴെയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ആ വീടിൻ്റെ ഇതാണ് ദൃശ്യമാണ് നിങ്ങൾ താഴെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് എടുക്കുകയാണ്. മൊത്തം നമ്മുടെ ഈ ഹിൽസ് ഏരിയ ആയതുകൊണ്ട് തന്നെ തെങ്ങും കവുങ്ങും മരങ്ങളും റബ്ബറും പിന്നെ കാടും എല്ലാമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ നാരങ്ങാത്തോട്. ഈ പ്രദേശം നാരങ്ങാത്തോട് മാത്രമല്ല, ഇപ്പം നിങ്ങൾ കാണുന്നത് അതിന് ചുറ്റുവട്ടമുള്ള നെല്ലിപ്പോല്, ചെമ്പോട്, ആനിക്കാമ്പോയിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതാണ് താഴെ നിന്ന് കയറി വരുന്ന വഴി, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി. ഇത് നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണ്. താഴത്തെ ടാർ റോഡിൽ നിന്ന് ചുറ്റും അത്യാവശ്യം തെങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കില്ല, നമുക്കുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി കളഞ്ഞിട്ടാണ് ഇവിടെ വീട് പണിതേക്കുന്നത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ പണി നടക്കുന്നത്. വീടിൻ്റെ ഇത്രയും ഭാഗമാണ്. ഇപ്പോൾ 2ാം നിലയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തേത് കഴിഞ്ഞു, 2ാമത്തെ നില പണിതുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായിട്ടില്ല, കട്ടവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം ലിൻഡിൽ വാർപ്പിൻ്റെ പരിപാടിയൊക്കെ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഏകദേശം ജനൽപ്പൊക്കം കഴിഞ്ഞ് കുറച്ച് ഭാഗം കട്ടളപ്പൊക്കം ആയി. ലിൻഡിൽ വാർപ്പിൻ്റെ ആ ഒരു അങ്ങോട്ടെത്തി. ഈ സൈഡൊക്കെ കുറച്ചുകൂടെ ആകാനുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നൊരു 2-3 ദിവസത്തിനുള്ളിൽ ഇതും കഴിയുമെന്ന് തോന്നുന്നു, ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിൻഡിൽ വാർപ്പായിരിക്കും. ലിൻഡിൽ വാർപ്പ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ വാർപ്പ്. അതിന് വലിയ താമസം എന്തായാലും 2 ആഴ്ച കൊണ്ട് മെയിൻ വാർപ്പ് കഴിയും, അല്ലെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് മെയിൻ വാർപ്പ് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ തറയൊക്കെ ഇട്ട് പിന്നെ ബാക്കി പരിപാടികളാണ് വരുന്നത്. അപ്പം അപ്പോഴത്തേക്കും അത്രയും ഭാഗം പൂർത്തിയാവും. അപ്പോൾ ഈ പൂർത്തിയാകുന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പം മഴയൊക്കെയാണ്, എന്നാലും അവർ ഷീറ്റൊക്കെ ഇട്ടിട്ട് പണിയുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ പണിയുടെ പുരോഗതിക്കനുസരിച്ച് അടുത്ത വീഡിയോ
അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.